നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. തുടരെ അതിശക്തമായ മഴ. അടുത്ത 5 ദിവസം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തെക്കൻ ജില്ലയായ തിരുവനന്തപുരത്തും കൊല്ലത്തും അതിശക്തമായ മഴ രാവിലെ മുതലേ തുടങ്ങിയിരിക്കുകയാണ്. നിർത്താതെ മഴ മണിക്കൂറുകളോളം ഇപ്പോൾ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഈ വർഷം മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മഴ ലഭിച്ചുവെന്നും വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാവുക എന്നുമാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രതികരണം. കാലവർഷത്തിന്റെ ഭാഗമാകുന്ന മഴ തന്നെയാണ് നിലവിൽ കേരളത്തിൽ ലഭിക്കുന്നത്. മൺസൂണിൽ ജൂലൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ ശക്തമാവുക. കേരളം മുഴുവൻ പരക്കെ മഴയുണ്ടാകുമെങ്കിലും തീവ്രത കൂടുതൽ വടക്കൻ ജില്ലകളിലായിരിക്കും. നാളത്തെ ദിവസങ്ങളിൽ അവധി ഉണ്ടോ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല വിവിധ ജില്ലകളിൽ. എന്തായാലും അവധി ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ വളരെ മുൻകൂട്ടി തന്നെ കളക്ടർമാർ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. എന്തായാലും ശക്തമായ മഴ, അതിതീവ്ര മഴ തന്നെയാണ് ഓരോ മണിക്കൂറിലും വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാവുകയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ മൺസൂൺ അനുഭവപ്പെടുന്നത്. അതിൽ ജൂലൈയിലാണ് നന്നായി ലഭിക്കുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ജൂണിൽ അതിശക്തമായ മഴയാണ് കേരളത്തെ സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ മാസം അവസാനിച്ചാൽ മാത്രമാണ് കൃത്യമായി പറയാൻ സാധിക്കുക. ഇതുവരെയുള്ള മഴയുടെ ലഭ്യത നോക്കുമ്പോൾ ഈ മൺസൂൺ കേരളത്തിൽ നന്നായി മഴ ലഭിച്ചു. തീവ്രതയിൽ മാത്രമാണ് മാറ്റം വരിക. ഇതുവരെ ഒരിടത്തും നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് കൂടി തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. നിർത്താതെ പെയ്യുന്ന മഴ തന്നെയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടിന്റെ ഭീഷണി കൂടിയുണ്ട്. ജലനിരപ്പ് നദികളിൽ ചെറുതായി തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. സമയക്രമം പോലെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും വളരെ വ്യക്തമാകുന്നു ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത് എന്ന്.